ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഫയർ ക്രാക്കർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ചെടിയാണ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് റുസേലി എന്നാണ്. ഇതിനെ മലയാളത്തിൽ തീപ്പൊരിച്ചെടി എന്നൊക്കെ പറയാറുണ്ട്. ഈ പൂക്കളുടെ ഷേപ്പ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തീപ്പൊരി ഇങ്ങനെ നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. നല്ല പച്ച കളറിനകത്ത് ഇങ്ങനെ നല്ല ഡാർക്ക് റെഡിൽ പൂക്കൾ കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ്. പൂക്കളുടെ വലിപ്പമൊക്കെ തീരെ കുറവാണ്. പക്ഷേ ഇതെല്ലാം കൂടി ഒരു കൂട്ടമായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അത് പച്ചയ്ക്കിടയ്ക്കും കൂടെ ആകുമ്പോഴത്തേക്കും ചെടിക്കൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് പല രീതിയിൽ വളർത്താൻ പറ്റും. ഒന്നുകിൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താം, അതല്ലെങ്കിൽ നമുക്കൊരു കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ പറ്റും. ഇനി അതല്ല ഒരു ആർച്ച് പോലൊക്കെ ആണെങ്കിൽ ആർച്ചിലേക്ക് കയറ്റി വിടാനൊക്കെ നമുക്ക് പറ്റും. അങ്ങനെ എല്ലാ വിധത്തിലും നമുക്ക് അതുപോലെ തന്നെ ചട്ടിയിലും വളർത്താം, നിലത്തുമൊക്കെ വളർത്താം. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ഇത്. ഇതിൻ്റെ പരിചരണമൊക്കെ എളുപ്പമാണ്. ഇതിന് നമ്മൾ നിലത്ത് നടുകയാണെങ്കിൽ അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ നമ്മൾ ചട്ടിയിൽ നടുകയാണെങ്കിൽ എല്ലാ ദിവസവും വെള്ളം കൊടുക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് ഇങ്ങനെ ഉണങ്ങിയതുപോലെ ആകുകയാണ് ചെയ്യുന്നത്. പൂക്കളിങ്ങനെ വർഷം മുഴുവനും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഒരു പൂക്കളിങ്ങനെ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് കുറേ ദിവസം അങ്ങനെ തന്നെ നിലനിൽക്കും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ തുമ്പ് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കാലക്രമേണ ഇങ്ങനെ ഉണങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ആ ഭാഗം വെച്ച് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെയും പുതിയ തളിരൊക്കെ വന്നിട്ട് പുതിയ പൂക്കളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വർഷം മുഴുവനും പൂ തരുന്ന നല്ല ചെടി തന്നെയത്. ഇതിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് സൺലൈറ്റാണ്. സൺലൈറ്റ് എത്രയും കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നന്നായിട്ട് പൂവിടും. സെമി ഷെയ്ഡിലൊക്കെ ആണെങ്കിലും പൂക്കൾ ഉണ്ടാവും, പക്ഷേ പൂക്കളുടെ എണ്ണമൊക്കെ കുറവായിരിക്കും. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടി തന്നെയാണിത്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ തേനുള്ളതുകൊണ്ട് തേൻകുരുവികളും ബട്ടർഫ്ലൈസും ഒക്കെ എപ്പോഴും ഇതിൻ്റെ പുറകെ തന്നെയാണ്. എനിക്ക് വളരെയധികം പേഴ്സണലായിട്ട് വളരെ ഇഷ്ടപ്പെട്ടൊരു ചെടി തന്നെയാണ് ഇത്. കാരണം ഈ ഒരു കുഞ്ഞ് പൂക്കളൊക്കെ ആണെങ്കിലും ശരി തന്നെ ഇതിൻ്റെ ഒരു മനോഹാരിത നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ ക്രീം കളറും ഉണ്ട്. എൻ്റെ കയ്യിൽ 2-3 വെറൈറ്റി ഉണ്ട്. ക്രീമും ഉണ്ട്, അതുപോലെ തന്നെ ഒരു പീച്ച് കളറിലുള്ളതും കൂടെ ഉണ്ട്. അത് പീച്ച് കളറിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം ഇടാം. എന്തായാലും നല്ലൊരു ഭംഗിയുള്ള ചെടി തന്നെയാണ്. അധികം വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നടുമ്പോൾ തന്നെ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതങ്ങനെ തന്നെ പൊക്കോളും. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഈ അറ്റം ഏതെങ്കിലുമൊക്കെ ചെടിയുടെ മണ്ണിൽ മുട്ടിക്കിടക്കുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ അത് പുതിയ ചെടിയായിട്ട് വളരുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ താഴെ നിന്നും ഇഷ്ടംപോലെ തൈകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നമുക്ക് പറിച്ചു മാറ്റിക്കഴിഞ്ഞാലും പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ക്രീം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതിൻ്റെ ക്രീം കളറാണ് ഇത് എൻ്റെ കയ്യിലുള്ളത്. ഇതും നല്ല ഭംഗിയാണ് കാണാൻ. ഇതുപോലെ തന്നെ ഒന്നിച്ച് പൂക്കൾ തരും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.